വൈറൽ ഡാൻസിലൂടെ താരമായി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇന്നലെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ നടന്ന കലാശക്കൊട്ടിലാണ് പ്രവർത്തകർക്കൊപ്പം ബി ഗോപാലകൃഷ്ണൻ ഡാൻസ് കളിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിലും ഗോപാലകൃഷ്ണൻ പ്രവർത്തകർക്കൊപ്പം ചുവടുവെച്ചത് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. സാനു കെ സജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വാർത്തയോടുകൂടി തദ്ദേശകം പൂർണ്ണമാകുന്നു. നമസ്തേ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്രൻ ഡാൻസ് കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലും ഒപ്പം തന്നെ ഈ ആശയം കൊണ്ട് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ളവരുടെ ഹൃദയത്തിലും സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ബി.ജെ.പി. നേതാവുണ്ട് തൃശ്ശൂരിൽ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആദ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ആ ഒരു വൈറലായിട്ടുള്ള ഡാൻസ്. ഇന്നലെ തൃശ്ശൂരിലടക്കമുള്ള കൊട്ടിക്കലാശ വേളയിൽ കൊടുങ്ങല്ലൂരിലും അതിന് സമാനമായിട്ടുള്ള ഒരു വൈറൽ ഡാൻസുമായിട്ട് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരുന്നു. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ വൈറൽ ഡാൻസ് കൊണ്ട് വലിയ രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലും ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ ഹൃദയത്തിലൊക്കെ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡാൻസിൻ്റെ ഒരു രഹസ്യം? ഇങ്ങനെ ഈ ഒരു മേളവും താളവും ഒക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആവേശമാണ്. അല്ലേ, ഡാൻസ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഈ ഡാൻസ് അറിയാം, എല്ലാവർക്കും ഇത്തരം നൃത്തം അറിയാം. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ടിലും ഡാൻസിലും അതുപോലെ സിനിമ കാണുന്നതിലും ഒക്കെ ഏറെ തൽപരനാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞങ്ങൾ ചില ദിവസങ്ങളിൽ വീട്ടിൽ ആഘോഷം സംഘടിപ്പിക്കും. കാരണം ഞാനും തിരക്ക്, എൻ്റെ ഭാര്യയും തിരക്ക്, മക്കളും അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള തിരക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഒക്കെ വെളിയിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് അതിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഇന്നലെ കൊടുങ്ങല്ലൂരാണെങ്കിൽ ഞാൻ ഏറെക്കാലം എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായി കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ 3 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഞാൻ കൊടുങ്ങല്ലൂരായിരുന്നു. 3 സീറ്റുള്ള സമയത്താണ് ഞാൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ് എത്തി. ഇടയ്ക്ക് വെച്ച് എനിക്ക് മറ്റു ചില കാരണങ്ങളായി മാറേണ്ടി വന്നു. കാരണം കോർപ്പറേഷനിലെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് എനിക്ക് മാറേണ്ടി വന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ബി.ജെ.പി. കൊടുങ്ങല്ലൂരിൽ അധികാരത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഇക്കുറി എനിക്ക് തലശ്ശേരി മുനിസിപ്പാലിറ്റി ആയിരുന്നു ചുമതല. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ശ്രീകുമാറും ടീമും അവരെന്നോട് പറഞ്ഞു ഇപ്രാവശ്യം കലാശക്കൊട്ടിനെങ്കിലും വരണം. അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിൽക്കാതെ ഞാൻ കൊടുങ്ങല്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ സുന്ദരമായ അന്തരീക്ഷം, എല്ലാവരും ഒരുമിച്ച് പാടുന്നു, നൃത്തം ചെയ്യുന്നു. അവരുടെ കൂടെ ഞാനും കൂടി, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ കൊടുങ്ങല്ലൂരിലെ കൊട്ടിക്കലാശം നമ്മളങ്ങ് തൂക്കിയല്ലേ? കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി തന്നെ നമ്മൾ തൂക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഡാൻസ് മാറിയിട്ട് നമുക്ക് അല്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷനുണ്ട്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരുണ്ട്, ചാവക്കാടുണ്ട്, ചാലക്കുടിയുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം? കൊടുങ്ങല്ലൂർ കഴിഞ്ഞ തവണ ഒരു സീറ്റിൻ്റെ അകലത്തിലാണ് ഭരണം ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടത്. ഇക്കുറി എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു രാഷ്ട്രീയ വിധിയെഴുത്ത്? യാതൊരു സംശയവുമില്ല, തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പി. വലിയ മുന്നേറ്റം ഉണ്ടാക്കും. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അതിലെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ബി.ജെ.പി. ഭരിക്കും. തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. കാരണം കാലം അങ്ങനെയാണ്. എത്ര കാലമാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്ന നുണപ്രചരണത്തിൽ എത്ര കാലം ജനങ്ങൾക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റും? ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറുന്നു. 1. 2, നിങ്ങൾ മനസ്സിലാക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ വികസനം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയാണ്. ബാക്കി എല്ലാവരും പറയുന്നത് എന്താ? സ്വർണം, ചെമ്പ്, പാളി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം, ഇതൊക്കെ അല്ലാതെ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ വികസനം പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് തൃശ്ശൂരിൽ ഈ കേരളത്തിലുള്ളത് രാജീവ് ചന്ദ്രശേഖർജിയാണ്. പിന്നെ അയ്യപ്പൻ്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ശബരിമല അയ്യപ്പനെക്കുറിച്ച് മിണ്ടാൻ അവകാശമില്ല. കള്ളന്മാർ, കാട്ടുകള്ളന്മാർ, ഇവരാണ് ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളിയൊക്കെ എല്ലാം പൊക്കിയത്. കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം ആര് ഭരിക്കുന്ന സമയത്താണ് തിരുവാഭരണം കാണാതെ പോയത്? വലതുപക്ഷം, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ
ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കട്ടുതിന്നുന്നവന്മാരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. അപ്പോൾ അവർക്കെതിരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത്, ശരണം വിളിച്ച് നാട്ടിലെ ജനങ്ങൾ, ശബരിമലയെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ശരണം വിളിച്ച് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകണം എന്ന് മാത്രമല്ല, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്ര കാലം ഭരിച്ചിട്ട് എന്തെങ്കിലും വികസനം ഉണ്ടോ? നരേന്ദ്രമോദി കൊടുത്തതല്ലാതെ എന്താ ഉള്ളത്? തൃശ്ശൂർ കോർപ്പറേഷനിൽ 416 കോടി രൂപയാണ് അമൃത് പദ്ധതിയിൽ നരേന്ദ്രമോദി കൊടുത്തത്. എന്നിട്ടും ഈ സുരേഷ് ഗോപിയെ തെറി പറയാ. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ സുനിൽ കുമാർ പറയുന്നു സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് പറയുന്നു സുരേഷ് ഗോപി രാജിവെക്കണം. ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സുനിൽ കുമാർ. എനിക്ക് പറയാനുള്ളത്, ഈ ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെ ഈ സുനിൽകുമാർ പറയുന്നത് ഇവർ ചെമ്പിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതുകൊണ്ടാണ്. ഇവർ ഈ സ്വർണവും ചെമ്പും മാത്രം ഇവരുടെ ആലോചന എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെയും ഇവിടുത്തെ ടാജറ്റ്, ജില്ലാ പ്രസിഡന്റ് ടാജറ്റും സുനിൽകുമാറും ഈ സുരേഷ് ഗോപിയുടെ ജനസമ്മതി കണ്ട് മാനസിക വിഭ്രാന്തിയിലാണ്. തോറ്റെടുത്തുന്നത്, അതായത് കോൺഗ്രസ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു, സുനിൽകുമാർ ജയിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ജയിക്കുമെന്ന് വിചാരിച്ച് അട്ടപ്പട്ടലം തകർന്നു 75,000 വോട്ടിന്. അതിൽ നിന്നും മുക്തി നേടിയിട്ടില്ല ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അതുകൊണ്ട് സുനിൽകുമാർ മാനസിക വിഭ്രാന്തിയിലാണ്. ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ഒരൊറ്റ മരുന്ന്. ഇന്നിപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? സുരേഷ് ഗോപി രാജിവെക്കണം. 2 വോട്ട് അതുമായിട്ട് വോട്ട് ചോരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, സുനിൽകുമാറിന് മരുന്നുണ്ട്, വേറെ ഒന്നുമല്ല. നെല്ലിക്കത്തളം തലവെക്കേണ്ട സമയമായി സുനിൽകുമാർ. ഇതുവരെ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊരു വോട്ട് പട്ടിക, നിയമസഭയിലൊരു വോട്ടർ പട്ടിക, ലോക്സഭയിലൊരു വോട്ടർ പട്ടിക. ലോക്സഭയിൽ വോട്ടുള്ള ആൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാവില്ല. സുരേഷ് ഗോപി വോട്ട് ചെയ്തത് ശാസ്തമംഗലത്താണ്. കാരണം ശാസ്തമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ തൃശ്ശൂരിൽ വോട്ടില്ല. അപ്പോൾ തൃശ്ശൂരിൽ വോട്ടില്ലാത്ത ആൾ തൃശ്ശൂരിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എന്ത് മര്യാദയാണ്? അതിൻ്റെ പേരിലാണ് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്നത്, സുരേഷ് ഗോപി കൈ കഴിയാൽ, ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്ത് കൈ കഴിയാൽ അത് വിവാദം. സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കുമ്പോൾ ഇലയിൽ വെള്ളം ഒഴിച്ചാൽ അത് വിവാദം. സുരേഷ് ഗോപി ചിരിച്ചാൽ അത് വിവാദം. ഇതെന്താ കാരണം? സുരേഷ് ഗോപി എന്ത് ചെയ്താലും, മുണ്ടെടുത്താൽ സുരേഷ് ഗോപി മുണ്ടെടുത്തു, അതൊരു വാർത്ത. അപ്പോൾ ഇത് ബോധപൂർവമായി സുരേഷ് ഗോപിക്കെതിരെ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അത് ആ സുരേഷ് ഗോപി വിജയിച്ചതിലും ഇവർ പരാജയപ്പെട്ടതിലുമുള്ള ഒരു മാനസിക വിഭ്രാന്തിയാണ്. തീർച്ചയായിട്ടും ഡാൻസും പാട്ടുമൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒപ്പം തന്നെ ഈ വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ BJP വിജയം കൊയ്യുമെന്ന് തന്നെയാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് BV ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്തായാലും നമുക്ക് 13 വരെ കാത്തിരിക്കാം. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു K. സജീവ്, ജനം, തൃശ്ശൂർ.